എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള മാർക്ക് ഉറപ്പാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. രാജ്യത്തെ ആദ്യ കടലാസുരഹിത ജില്ലാ ജുഡീഷ്യൽ കോടതി കൽപ്പറ്റ ജില്ലാ കോടതി, വയനാട്. വയനാട്ടിലെ കൽപ്പറ്റ ജില്ലാ കോടതിയാണ് രാജ്യത്തെ ആദ്യത്തെ കടലാസുരഹിത ജില്ലാ ജുഡീഷ്യൽ കോടതി. തീരസുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്താനും തീവ്രവാദ ഭീഷണികളെ നേരിടാനുമുള്ള പ്രതികരണശേഷി വിലയിരുത്താനും ലക്ഷ്യമിട്ട് ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി കേരള തീരത്ത് നടത്തിയ സുരക്ഷാഭ്യാസം സാഗർ കവച്. തീരസുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്താനും തീവ്രവാദ ഭീഷണികളെ നേരിടാനുമുള്ള പ്രതികരണശേഷി വിലയിരുത്താനും ലക്ഷ്യമിട്ട് ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി കേരള തീരത്ത് നടത്തിയ സുരക്ഷാഭ്യാസമാണ് സാഗർ കവച്. മുൻകൂറായി പണം അടച്ചില്ലെങ്കിലും അടിയന്തര ചികിത്സ നിഷേധിക്കരുതെന്നും ചികിത്സാ നിരക്ക് പരസ്യപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ശരിവച്ച നിയമം കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ടാണ് മുൻകൂറായി പണം അടച്ചില്ലെങ്കിലും അടിയന്തര ചികിത്സ നിഷേധിക്കരുതെന്നും ചികിത്സാ നിരക്ക് പരസ്യപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ശരിവച്ച നിയമം. 2018 കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്ട്രേഷനും നിയന്ത്രണവും ആക്ട് നിലവിൽ വന്നത്. കാർഷിക മേഖലയിൽ സുസ്ഥിര വികസനം നേടിയെടുക്കാൻ കർഷകർക്കും സംരംഭകർക്കും സാങ്കേതികവിദ്യയും നൂതനാശയങ്ങളും ലഭ്യമാക്കാൻ അവസരം നൽകുന്നതിനായി സംസ്ഥാന കുടുംബശ്രീ മിഷൻ ആവിഷ്കരിച്ച പദ്ധതി KTAP, കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം. KTAP എന്ന പദ്ധതിയാണ് കാർഷിക മേഖലയിൽ സുസ്ഥിര വികസനം നേടിയെടുക്കാൻ കർഷകർക്കും സംരംഭകർക്കും സാങ്കേതികവിദ്യയും നൂതനാശയങ്ങളും ലഭ്യമാക്കാൻ അവസരം നൽകുന്നതിനായി സംസ്ഥാന കുടുംബശ്രീ മിഷൻ ആവിഷ്കരിച്ച പദ്ധതി. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച വയനാട്ടിലെ കാർഷിക വിള വയനാടൻ റോബസ്റ്റ കോഫി. വയനാടൻ റോബസ്റ്റ കോഫിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച വയനാട്ടിലെ കാർഷിക വിള. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന സെൽ, ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ നമോ ഗ്രീൻ റെയിൽ. നമോ ഗ്രീൻ റെയിലാണ് ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ, ഹൈഡ്രജൻ ഇന്ധന സെൽ ട്രെയിൻ. 2028 ആദ്യ മൊഡ്യൂൾ വിക്ഷേപിച്ച് 2035 പ്രവർത്തനക്ഷമമാക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ BIS. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനാണ് 2028 ആദ്യ മൊഡ്യൂൾ വിക്ഷേപിച്ച് 2035 പ്രവർത്തനക്ഷമമാക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയം. ഇന്ത്യയിലുടനീളമുള്ള ഡിജിറ്റൽ ക്രിയേറ്റർമാരെ ശാക്തീകരിക്കുന്നതിനായി ക്രിയേറ്റേഴ്സ് കോർണർ പ്ലാറ്റ്ഫോം ആരംഭിച്ച സ്ഥാപനം പ്രസാർ ഭാരതി. പ്രസാർ ഭാരതിയാണ് ഇന്ത്യയിലുടനീളമുള്ള ഡിജിറ്റൽ ക്രിയേറ്റർമാരെ ശാക്തീകരിക്കുന്നതിനായി ക്രിയേറ്റേഴ്സ് കോർണർ പ്ലാറ്റ്ഫോം ആരംഭിച്ച സ്ഥാപനം. രാജ്യത്തെ പ്രക്ഷേപണ മാധ്യമ രംഗത്തെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമാണ് പ്രസാർ ഭാരതി. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ വെച്ച് നടന്ന 72ാമത് സീനിയർ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജേതാക്കൾ കേരളം. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ വെച്ച് നടന്ന 72ാമത് സീനിയർ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജേതാക്കളായത് കേരളമാണ്. കേരളത്തിലെ ആദ്യ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം തോട്ടപ്പള്ളി നാലുചിറ പാലം. ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി നാലുചിറ പാലമാണ് കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം. സാധാരണ കേബിൾ സ്റ്റേഡ് പാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഭാരം താങ്ങാൻ ശേഷിയുള്ളതും ആധുനിക ഡിസൈനിലുള്ളതുമാണ് എക്സ്ട്രാ ഡോസ്ഡ് പാലങ്ങൾ. പരിശീലനം സിദ്ധിച്ച 100,000-ലധികം ഡ്രോൺ ഓപ്പറേറ്റർമാരെ അണിനിരത്തിക്കൊണ്ട് കരസേന രൂപീകരിച്ച സ്പെഷ്യൽ ഫോഴ്സ് ബറ്റാലിയൻ ഭൈരവ് ബറ്റാലിയനാണ് പരിശീലനം സിദ്ധിച്ച
100,000-ലധികം ഡ്രോൺ ഓപ്പറേറ്റർമാരെ അണിനിരത്തിക്കൊണ്ട് കരസേന രൂപീകരിച്ച സ്പെഷ്യൽ ഫോഴ്സ് ബറ്റാലിയൻ. യുദ്ധരംഗത്തും നിരീക്ഷണങ്ങൾക്കും ഡ്രോൺ സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ കരസേന ഈ പ്രത്യേക ബറ്റാലിയൻ രൂപീകരിച്ചത്. ചന്ദ്രയാൻ 3 ദൗത്യത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന വെബ് സീരീസ്. സ്പേസ് ജെൻ ചന്ദ്രയാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന വെബ് സീരീസിന്റെ പേരാണ് സ്പേസ് ജെൻ ചന്ദ്രയാൻ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 2026 28ാമത് സമ്മേളനത്തിന് വേദിയായത് ഇന്ത്യ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 2026 28ാമത് സമ്മേളനത്തിന് CSPOC 2026 വേദിയായത് ഇന്ത്യയാണ്. മലയാള സിനിമയിലെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ശാരദ. നടി ശാരദയ്ക്കാണ് മലയാള സിനിമയിലെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. മലയാളം, തെലുഗു, തമിഴ് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സിനിമകളിൽ തൻ്റേതായ മുദ്ര പതിപ്പിച്ച നടിയാണ് ശാരദ. 3 തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അവർ നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ നടപ്പിലാക്കുന്ന ആദ്യ സർവീസ് കമ്മീഷൻ കേരള PSC ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ നടപ്പിലാക്കുന്ന ആദ്യ സർവീസ് കമ്മീഷൻ. ഡിജിറ്റൽ ഡാറ്റകൾ മാറ്റം വരുത്താനാകാത്ത വിധം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയിലൂടെ സാധിക്കുന്നു. PSC പരീക്ഷ നടത്തിപ്പിലെ സുതാര്യത ഉറപ്പാക്കാനും സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിക്കുന്നത് തടയാനും ഈ സാങ്കേതികവിദ്യ സഹായിക്കും. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കും ഭരണപരമായ മേൽനോട്ടത്തിനുമായി നിലവിൽ വന്ന ഗാസ ബോർഡ് ഓഫ് പീസിന്റെ അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപാണ് ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കും ഭരണപരമായ മേൽനോട്ടത്തിനുമായി നിലവിൽ വന്ന ഗാസ ബോർഡ് ഓഫ് പീസിന്റെ അധ്യക്ഷൻ. 10 രൂപയ്ക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി ഇന്ദിരാ ക്യാൻറ്റീൻ ആരംഭിക്കുന്ന കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷനാണ് 10 രൂപയ്ക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി ഇന്ദിരാ ക്യാൻറ്റീൻ ആരംഭിക്കുന്ന കോർപ്പറേഷൻ. കർണാടകയിലെ പ്രശസ്തമായ ഇന്ദിരാ ക്യാൻറ്റീൻ മാതൃകയിലാണ് കൊച്ചിയിലും ഇത് നടപ്പിലാക്കുന്നത്. KSEB ഓഫീസുകളിലെ വ്യാപകമായ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ടാണ്. KSEB ഓഫീസുകളിലെ വ്യാപകമായ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന. ഗോത്ര സമൂഹത്തിന്റെ പാരമ്പര്യ അറിവുകളും ആധുനിക ഫാഷൻ ഡിസൈനുകളും സംയോജിപ്പിച്ച് കുടുംബശ്രീ ആരംഭിച്ച പ്രീമിയം വസ്ത്ര ബ്രാൻഡ് ട്രൈബാൻഡ്. ഗോത്ര സമൂഹത്തിന്റെ പാരമ്പര്യ അറിവുകളും ആധുനിക ഫാഷൻ ഡിസൈനുകളും സംയോജിപ്പിച്ച് കുടുംബശ്രീ ആരംഭിച്ച പ്രീമിയം വസ്ത്ര ബ്രാൻഡാണ് ട്രൈബാൻഡ്. ഇതിലൂടെ ഗോത്രവർഗ മേഖലയിലെ വനിതകൾക്ക് മികച്ച വരുമാനവും തൊഴിലും ഉറപ്പാക്കാൻ കുടുംബശ്രീക്ക് സാധിക്കുന്നു. ആഗോള സാമ്പത്തിക സഹകരണ ഫോറം ഗ്ലോബൽ എക്കണോമിക് കോർപ്പറേഷൻ GECയുടെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയായത് മുംബൈയാണ്. ആഗോള സാമ്പത്തിക സഹകരണ ഫോറം ഗ്ലോബൽ എക്കണോമിക് കോർപ്പറേഷന്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയായത്. ആഗോളതലത്തിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും നയരൂപകർത്താക്കളും പങ്കെടുത്ത വലിയൊരു സാമ്പത്തിക ഫോറമാണിത്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ വെച്ച് ഇത് നടന്നത് രാജ്യത്തിന്റെ ആഗോള സാമ്പത്തിക സ്വാധീനം വ്യക്തമാക്കുന്നു. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.